ഉപതെരഞ്ഞെടുപ്പ് പരാജയത്തെ ചൊല്ലി പാലക്കാട് ബിജെപിയിൽ അസ്വാരസ്യങ്ങൾ പുകയുന്നു. കൗൺസിലർമാർക്കെതിരെ സംസ്ഥാന നേതൃത്വത്തിന് താൻ പരാതി നൽകിയെന്ന വാർത്ത അടിസ്ഥാനരഹിതമാണെന്ന് ബിജെപി സ്ഥാനാർത്ഥിയായിരുന്ന സി കൃഷ്ണകുമാർ പറഞ്ഞു. ചെയർപേഴ്സന്റെ പ്രതികരണത്തിനു പിറകെയാണ് കൃഷ്ണകുമാർ ഇക്കാര്യം വ്യക്തമാക്കിയത്. എന്നെ സംബന്ധിച്ചോളം ഇവിടുത്തെ ബൂത്തിത്തെ സാധാരണ പ്രവർത്തകൻ തൊട്ട് മുഴുവൻ ആളുകളും 110% ആത്മാർത്ഥതയോടെ പ്രവർത്തിക്കുന്നതാണ്. കൗൺസിലർമാർക്കെതിരെ മാധ്യമങ്ങൾ 18 കൗൺസിലർമാർക്കെതിരെ പരാതി എന്നുള്ളത് ഞങ്ങൾ ബൂത്ത് അടിസ്ഥാനത്തിലുള്ള ഇതിനെ സംബന്ധിച്ച് വിലയിരുത്താനുള്ള യോഗം നടക്കാൻ പോകുന്നേ ഉള്ളൂ. ഇതൊക്കെ തെറ്റായിട്ടുള്ള പ്രചരണം. ഞങ്ങൾക്ക് എന്നെ സംബന്ധിച്ച് ഞാനൊരു സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ എനിക്കിവിടെ നടന്ന തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തെ സംബന്ധിച്ച് 110% ഞാൻ തൃപ്തനാണ്. ചെയർപേഴ്സന്റെ പ്രതികരണം എന്തടിസ്ഥാനത്തിലാണെന്ന് അറിയില്ലെന്ന് സി കൃഷ്ണകുമാർ പ്രതികരിച്ചു. തോളോട് തോൾ ചേർന്നാണ് പ്രവർത്തിച്ചത്. പരാജയം സംബന്ധിച്ച് ബൂത്ത് അടിസ്ഥാനത്തിൽ പരിശോധിച്ച് ആവശ്യമായ തിരുത്തലുകൾ വരുത്തും. ചെയർപേഴ്സൺ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ പാർട്ടിയിലൊക്കെ വിലയിരുത്താനും പരിഹരിക്കാനുള്ള സംവിധാനങ്ങളുണ്ടല്ലോ. ഞാൻ ഒറ്റയ്ക്ക് തീരുമാനിച്ചല്ലോ. ശ്രീ മോദിജിയും അമിത്ഷാജിയും നഡ്ഡാജിയും അടക്കമുള്ള BJPയുടെ പാർലമെൻ്ററി ബോർഡാണ് സ്ഥാനാർത്ഥി തീരുമാനിച്ചത്. അവർക്ക് പിഴവ് പറ്റിയിട്ടുണ്ടെങ്കിൽ അത് ഞാനാണോ തിരുത്തേണ്ടത്? അല്ല, പാർട്ടി സംവിധാനമുണ്ട്. അത് അങ്ങനെ സ്ഥാനാർത്ഥി നിർണയത്തിൽ പിഴവ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് തിരുത്താനുള്ള സംവിധാനമുണ്ട്. സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് പാലക്കാട് മണ്ഡലം കമ്മിറ്റി വിമർശനം ഉന്നയിച്ചത് അറിഞ്ഞിട്ടില്ല. ബൂത്ത് അടിസ്ഥാനത്തിൽ പ്രവർത്തിച്ചാണ് ഇവിടം വരെ എത്തിയത്. സ്ഥാനാർത്ഥി എന്ന നിലയിൽ തൻ്റെ ഭാഗത്ത് പോരായ്മയും അരുതായ്മയും ഉണ്ടായി എന്ന് ആര് പറഞ്ഞാലും തിരുത്തും. പാർട്ടി അച്ചടക്കം പാലിക്കാൻ താൻ ബാധ്യസ്ഥനാണെന്നും സി കൃഷ്ണകുമാർ പറഞ്ഞു. ഞാൻ പറഞ്ഞല്ലോ, സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ എനിക്ക് ഒരു കുറവുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതെല്ലാം പാർട്ടി ചൂണ്ടിക്കാണിച്ചാൽ അത് ഞാൻ ഏറ്റെടുക്കാൻ തയ്യാറാണ്. ഞാൻ എന്നെ പാർട്ടി സ്ഥാനാർത്ഥിയാക്കി. ഞാൻ ആ ദൗത്യം നല്ല രീതിയിൽ നിർവഹിച്ചു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇനി പാർട്ടി വിലയിരുത്തിയിട്ട് പറയുകയാണ് കൃഷ്ണകുമാറിൻ്റെ പ്രവർത്തനങ്ങളിൽ സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ പ്രവർത്തനങ്ങളിൽ കുറവുകൾ ഉണ്ടായിട്ടുണ്ട്. കൃഷ്ണകുമാർ വോട്ടർമാരെ അഭിമുഖീകരിക്കുന്ന സമയത്ത് കൃഷ്ണകുമാർ വോട്ട് ചോദിച്ചതിൽ അപാകതയുണ്ട്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിലുള്ള അപാകത കുറവുകൾ കൃഷ്ണകുമാറിലുണ്ടെന്ന് പാർട്ടി കണ്ടെത്തി അത് തിരുത്താൻ ആവശ്യപ്പെട്ട ഞാൻ ബൂത്തിൽ നിന്ന് വളർന്നു വന്ന പ്രവർത്തകനാണ്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്.